എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ജാസ്മിനും ഗബ്രിയെയും കുറിച്ചുള്ള വിശേഷങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് അതിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ അഭിപ്രായം അത് കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണം. കാരണം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഋഷിയുടെ വിവാഹ ചടങ്ങിന്റെ ഭാഗമായിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഇരിക്കുമ്പോൾ നിരന്നിരിക്കും അവിടെ നമ്മുടെ രതീഷേട്ടനൊക്കെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ ജാസ്മിൻ ഗബ്രിയും വന്നിരുന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റിലും ഇങ്ങനെ വന്ന് മീഡിയാസ് വന്ന് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് അവരോട് ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. ലാസ്റ്റ് ഏറ്റവും അവസാനം അത് മാരേജ് എപ്പോഴാണ്, നിങ്ങൾ എപ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. ഈ ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരാളോട് ഈ ചോദ്യം തന്നെ റിപ്പീറ്റ് കുറേ പ്രാവശ്യം നമ്മളോടാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് അവരൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന സമയത്തൊക്കെ പോയിരിക്കുമ്പോൾ ഇതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കുറേ ഇങ്ങനെ ചോദിക്കാൻ അതൊരാളല്ല, ഈ ഒരുപാട് പേര് വന്ന് നിൽക്കുമ്പോൾ അതൊരു ഇറിറ്റേഷൻ പോലെ ആർക്കായാലും ഫീൽ ചെയ്യും. നമുക്ക് ഇനി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ പ്രൈവസി ആയിട്ടുള്ള കുറച്ച് ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അത് അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. പിന്നെയും അതിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇവരെപ്പോൾ പുറത്തിറങ്ങിയാലും ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ മീഡിയാസ് ഇങ്ങനെ കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെയൊക്കെ കുഴപ്പമില്ല. പക്ഷേ അവരുടെ പ്രൈവസി ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം ഇതിനെ പറ്റി പറയൂ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.